ഹലോ, വെൽക്കം ടു ബി ആർ ദി എക്സ്പ്ലോറർ. ഇന്ന് ഞാനും ശ്രീദേവിയും ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റി കാണാൻ പോവാ. അങ്ങനെ ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ന്യൂയോർക്ക് കാണാൻ വേണ്ടി ഒരുമിച്ചിറങ്ങിയത്. എനിക്ക് ഈ 2 ഡേയ്സിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലങ്ങളിൽ പോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ലാസ്റ്റ് ടൈം വന്നപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒന്നുകൂടെ ഇവളുടെ കൂടെ പോകണം എന്നാണ് ആഗ്രഹം. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജേണൽ സ്ക്വയർ ആണ് ശ്രീദേവിയുടെ അപ്പാർട്ട്മെന്റിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആദ്യം ചെന്നത് വേൾഡ് ട്രേഡ് സെന്റർ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്കിതൊരു ട്രെയിൻ സ്റ്റേഷനായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ 9/11 മെമ്മോറിയൽ കാണാൻ വേണ്ടി പോകേണ്ടത്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് 1 വേൾഡ് ട്രേഡ് സെന്റർ, സെക്കൻഡ് 1 അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ തന്നെ 2 കെട്ടിടങ്ങളുടെ ഓർമ്മകൾ നമുക്ക് കാണാൻ പറ്റും. അന്ന് ട്വിൻ ടവർ നിന്നിരുന്ന ഒറിജിനൽ സൈറ്റിൽ തന്നെയാണ് ഇന്ന് മെമ്മോറിയലായിട്ട് സ്ക്വയർ ഷേപ്ഡ് റിഫ്ലക്റ്റിംഗ് പൂൾസ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വലി ഏകദേശം 1 ഏക്കറാണ് ഓരോ പൂളിൻ്റെയും സൈസ് വരുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇപ്പോഴും ഒക്കെ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തു. കാരണം എപ്പോഴൊക്കെ ഇവിടെ വരാൻ എനിക്ക് ചാൻസ് കിട്ടിയാലും ഈ ഒരു സ്ഥലം കാണാതെ പോകരുതെന്നുണ്ട്. അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടന്നു. ഞങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കോയിൻസിഡൻ്റലി ഒരു സ്കൾപ്ചർ കണ്ടു. സെർച്ച് ചെയ്തതനുസരിച്ച് എനിക്ക് മനസ്സിലായത് ഗില്ലി ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുമാർ ക്രിയേറ്റ് ചെയ്ത ദ വൈൽഡ് ടേബിൾ ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പററി ആയിട്ട് എക്സിബിറ്റ് ചെയ്തേക്കുന്ന ഒരു സ്കൾപ്ചറാണ് അത്. അങ്ങനെ ആനിമൽസിന്റെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ട്രിനിറ്റി ചർച്ച് കാണുന്നത്. എന്തായാലും അവിടെ ഒന്ന് കയറിയേക്കാന്ന് കരുതി. ലോവർ മാൻഹാറ്റനിലാണ് ഈ ഒരു ചർച്ച് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഏകദേശം 325 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇന്ന് ഈ ചർച്ച് ഈ സിമ്പിൾ ഓഫ് റെസിലിയൻസ് ആൻഡ് ഹോപ്പ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഈ 9/11 അറ്റാക്ക് സമയത്ത് ഈ ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഈ ഒരു ചർച്ച് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിന്നു. അന്നത്തെ രക്ഷാപ്രവർത്തകർക്കും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനും ഒക്കെ ഒരു ഷെൽട്ടറായിട്ട് മാറിയത് ഈ ചർച്ച് ആയിരുന്നു. അങ്ങനെ അത്രയും പ്രതീക്ഷയൊക്കെ തരുന്ന ആ ചർച്ചിൽ കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേമസ് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ചാർജിങ് ബുള്ളിനെ കാണാം. ലാസ്റ്റ് ടൈം വന്നപ്പോഴേ ഞാൻ വിസിറ്റ് ചെയ്യാൻ വിട്ടുപോയൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അവിടെ ക്യൂ നിൽക്കണം. അത്ര ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു. സ്നേഹനിധികളായ ഞങ്ങൾ ചാർജിങ് പോർട്ടുള്ള കോഫി ഷോപ്പ് നോക്കി നടക്കുക. ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ പകുതിക്ക് വെച്ച് എൻ്റെ ഫോൺ അത്യാസന്ന നിലയിലായി. അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന കോഫി ഷോപ്പ് നോക്കി നടന്നിട്ട് ആസ് യൂഷ്വൽ ഞങ്ങൾ സ്റ്റാർബക്സിൽ എത്തിപ്പെട്ടു. ഇവിടുന്ന് ഞങ്ങൾ ഫ്രാപ്പച്ചിനോയും ചിക്കൻ സാൻഡ്വിച്ച് പോലെ എന്തോ ഒരു ഡിഷും ഒക്കെ വാങ്ങി ഫോൺ ചാർജ് ചെയ്യാനും വെച്ചിട്ട് പറഞ്ഞു തീരാത്ത അത്രയും കഥകളും ഒക്കെ പറഞ്ഞ് ഒരുപാട് നേരം 1.5 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ദാഹം ശമിച്ചു.